കൊന്നത്തടി കൊമ്പടിഞ്ചാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ചു വെന്തുമരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്ന ആരോപണവുമായി ജനകീയ സമരസമിതി നേതാക്കളും മരണമടഞ്ഞവരുടെ ബന്ധുക്കളും രംഗത്തെത്തിയിരിക്കുന്നു. മറ്റ് ഏജൻസികൾ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കും. 2025 മെയ് 9 കൊന്നത്തടി കൊമ്പിടിഞ്ഞാൽ തെള്ളപ്പടിയിൽ ശുഭ, അമ്മ പൊന്നമ്മ, മക്കളായ ആനന്ദ്, അഭിനവ് എന്നിവരാണ് ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ തീപിടിച്ചു മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ കേസ് ക്രൈംബ്രാഞ്ചോ CBIയോ അന്വേഷിക്കണമെന്നും ബന്ധുക്കളും ജനകീയ സമിതിയും ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അവരുടെ ചില ബന്ധുക്കൾ അവരെ അപായപ്പെടുത്തിയതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ ചില FIRൽ എടുത്തിരിക്കുന്ന ചില ആളുകളുടെ മൊഴി അത്ര വിശ്വസനീയമായി ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. 5 വയസ്സുള്ള അഭിനവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് എടുത്തിരിക്കുന്ന മൊഴി പ്രകാരം അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമല്ലോ, ആ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അയൽവാസിയുടെ മൊഴി അത്ര വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കൊലപാതകമാണെന്ന് സംശയിക്കുന്ന വിധത്തിലുള്ള തെളിവുകളും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടെന്ന് ജനകീയ സമിതി അംഗങ്ങൾ പറയുന്നു. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഈ സ്ഥലത്ത് മറവു ചെയ്യുന്നതിന് ചില ബന്ധുക്കൾ തടസ്സം നിന്നതിലും ദുരൂഹതയുണ്ട്. സംഭവത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞ് ഭിത്തി ഇടിഞ്ഞു വീഴുന്നതിന് ശേഷം ഫോറൻസിക് ഉദ്യോഗസ്ഥർ തെളിവ് ശേഖരിക്കാൻ എത്തിയതിലും ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കളും ആരോപിക്കുന്നു. കുടുംബത്തെ ആരോ കൊലപ്പെടുത്തിയതിനു ശേഷം വീടിന് തീയിട്ടതാണോ എന്ന് സംശയിക്കുന്നതായും വിദഗ്ധ അന്വേഷണ ഏജൻസിക്ക് കേസ് അന്വേഷണ ചുമതല നൽകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ജനകീയ സമിതി കൺവീനർ KT വിനോദ് കറുകപ്പള്ളിൽ, വൈസ് ചെയർമാൻ അനിൽ ദേവസ്യ വിളകുന്നേൽ, സുഫയുടെ ബന്ധുക്കളായ ഗിരീഷ് വയലുങ്കൽ, ശ്യാം വെളിപറമ്പിൽ എന്നിവർ ചെറുതോണിയിൽ പറഞ്ഞു. സിറ്റി വിഷൻ, ചെറുതോണി.